കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 324 2025 ഈ ഒരു പേപ്പറിന്റെ എക്സാം അനാലിസിസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നെക്സ്റ്റ് FM റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കാണാനുള്ള. ഇതിൽ നമുക്ക് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. MCOM ബേസിൽ വരുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ്, ഈ 2 ബാച്ചസ് ആണ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 11, നമുക്ക് 3 പ്രോബ്ലംസ് ആണ് FM അടുപ്പിച്ച് വന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്: എക്സ് ലിമിറ്റഡ് ഹാസ് ഇഷ്യൂഡ് 10,000 irredeemable debentures of ₹100 each, carrying an interest rate of 14% at a discount of 5%. The cost of issue 2% and the applicable tax rate is 50%. Cost of debt before tax കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇറഡീമബിളിൻ്റെ KD ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ, I ഡിവൈഡഡ് ബൈ NP ആണ്. I ഇൻട്രസ്റ്റ്, NP നെറ്റ് പ്രൊസീഡ്സ് ആണ്. സോ ഇവിടെ ഇൻട്രസ്റ്റ് എത്ര വരും, 100 rupees ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 100 ഇൻറ്റു 14% എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് 14 വരും അല്ലേ. സോ 14 ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ NP ആണ് നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത്, നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ ഇവിടെ 100 രൂപ ഡിസ്കൗണ്ട് 5% ആണ്. അപ്പോൾ 100ൻ്റെ 5% വരും. 5% എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് 5 രൂപ വരും. ദെൻ കോസ്റ്റ് ഓഫ് ഇഷ്യൂ 2% പറയുന്നുണ്ട്, അപ്പോൾ 2 രൂപ വരും. അപ്പോൾ 100 മൈനസ് 5 മൈനസ് 2 എത്ര വരും, 93 ആണ് വരുന്നത് NP. അപ്പോൾ 14 ഡിവൈഡ് ബൈ 93 ഇൻറ്റു 100 സംഭവം ഈസി ആയിട്ട് കിട്ടും. ആൻസർ വരുന്നത് 15.05 ആണ് വരുന്നത്. ഓപ്ഷൻ A ആണ് ആൻസർ, 15.05%. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. XY Limited has issued 20,000 fully paid equity shares with a face value of 100 each. The current market price of each share ₹160. The easy question ആണ്. And the company has declared a dividend 8 per share. Cost of equity കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈസി അല്ലേ. KE is equal to D divided by നമുക്ക് MP ആണ്, അവിടെ മാർക്കറ്റ് പ്രൈസ് ആണ് MP. അപ്പോൾ ഇൻറ്റു 100. സോ 8 ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ 8 ഡിവൈഡഡ് ബൈ 160 ഇൻറ്റു 100. സോ അവിടെ 0.05 കൺവേർട്ട് ചെയ്യുമ്പോൾ 5% വരും. ആൻസർ ഓപ്ഷൻ D ആണ് ആൻസർ. ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമായി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. കമ്പൈൻ ലിവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള. ABC കമ്പനി റിപ്പോർട്ട് സെയിൽസ് 25 lakh, variable cost 15 lakh, fixed cost 5 lakh. The company also has debt amounting to ₹12,50,000, carrying an interest rate 8%. Combined leverage കണ്ടുപിടിക്കാനാണ്. ഈസി ആയിട്ട് കാണാം. ഇതിലിവിടെ ചെയ്യാൻ സ്ഥലമില്ലേ, നമുക്ക് ഇപ്പുറത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് കോൺട്രിബ്യൂഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്, അതിന് കോൺട്രിബ്യൂഷൻ കാണണം. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ്. കമ്പൈൻഡ് ലിവറേജ് കാണാൻ 2 ലിവറേജും അല്ലേ, ഫിനാൻഷ്യലും കാണാം, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കാണാം. രണ്ടും കൂടിയാൽ കമ്പൈൻഡ് ആയി. സോ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് 25 lakh മൈനസ് 15 lakh, കോൺട്രിബ്യൂഷൻ 10 lakh വരും. ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതണമല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്ക് EBIT കണ്ടുപിടിക്കാം. ഇക്വേഷനിലേക്ക് വേണ്ടത് അതാണ്. EBIT ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. കോൺട്രിബ്യൂഷൻ ഇവിടെ എത്രയാണ്, നമുക്ക് 10 lakh കിട്ടി. ദെൻ ഫിക്സഡ് കോസ്റ്റ് 5 lakh ആണ്. സോ EBIT 5 lakh. ഓക്കെ, അപ്പോൾ EBIT കിട്ടി. ദെൻ ഇനി ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് ഈസി ആയിട്ട് കാണാം. ഇൻട്രസ്റ്റ് ഇവിടെ 12,50,000 ആണ്, 8% ആണ് വരുന്നത്. അപ്പോൾ 12,50,000 ഇൻറ്റു 8% എന്ന് പറയുമ്പോൾ 1 lakh rupees.
ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് ആയി. ഇനി ഈസി ആയിട്ട് കാണാൻ പറ്റുന്നത് എങ്ങനെ കാണാം? നമുക്ക് അതിന് തന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. സോ കോൺട്രിബ്യൂഷൻ നമുക്ക് 10 lakh കിട്ടിയിട്ടുണ്ട്, EBIT എത്രയാ 5 lakh കിട്ടിയിട്ടുണ്ട്. ചെറുതാക്കിയതാണല്ലോ. സോ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2 വരും. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ EBIT divided by EBIT minus interest. EBIT minus interest. അപ്പോൾ EBIT 5 lakh ആണ്, ഡിവൈഡഡ് ബൈ 5 lakh minus 1 lakh. അപ്പോൾ എത്ര വരും? ആൻസർ 1.25 വരും. ഓക്കെ, അപ്പോൾ ഒരെണ്ണം 2ഉം ഒരെണ്ണം 1.25 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കമ്പൈൻ ലിവറേജിലോട്ട് പോവാം. അത് എത്രയാ? രണ്ടും കൂടി അതായി 2 × 1.25 2.5 വരും. 2.5 ഇത്രയുള്ളൂ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. അഗെയിൻ മറ്റൊരു പ്രോബ്ലം. A Limited earns ₹10 per share. The company has a capitalization rate of 20% and earns return on investment of 25%. Using Waters model, calculate the price per share. ഇവിടെ നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തേക്ക് പോവാം. അതിന് തന്നെ അതിൻ്റെ ഇക്വേഷൻ, വാട്ടേഴ്സ് മോഡലിൻ്റെ ഇക്വേഷൻ എഴുതണം. പിന്നെ അതിൻ്റെ അസംഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. എന്താണ് ഇക്വേഷൻ വരുന്നത്? ഡി അല്ലേ? ഡി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ KE അല്ലേ, ഇൻറ്റു E മൈനസ് ഡി ഹോൾ ഡിവൈഡഡ് ബൈ KE അല്ലേ, KE. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഏണിങ്സ് E ഈക്വൽ 10 ആണ്, റിട്ടേൺ 25% ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കുമ്പോൾ 0.25. നെക്സ്റ്റ് KE പറഞ്ഞിട്ടുണ്ട് 20% ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.20. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് ഡി അറിയണം. ഡി എന്തിൻ്റെ ബേസിലാണ്? ഇത് രണ്ടും ബേസിൽ നമുക്ക് ഡി തീരുമാനിക്കാൻ പറ്റും അല്ലേ? ഇവിടെ റിട്ടേൺ കൂടുതലും KE കുറവാണ്. നമുക്കറിയാം റിട്ടേൺ കൂടുതലും KE കുറവാണെങ്കിൽ ഗ്രോത്ത് ഫേമാണ്. ഗ്രോത്ത് ഫേം ആണെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കരുത്, എല്ലാതും കീപ്പ് ചെയ്യണം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? വാട്ടറുടെ അസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡിവിഡൻഡ് എത്രയായിരിക്കും? ഡി ഈസ് ഈക്വൽ ടു അല്ല, ഡി എത്രയായിരിക്കും? 0 ആയിരിക്കും. വൃത്തിയിൽ എഴുതാം. ഡി ഈക്വൽ ടു 0. റീസൺ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡി ഈക്വൽ 0. ഓക്കെ, അത് അസംഷനാണ് ആളുടെ. അപ്പോൾ ഇനി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഡി എന്ന് പറയുന്നത് 0 പ്ലസ് 6 0.25. സോ 0.25 ഡിവൈഡഡ് ബൈ KE 0.20. E 10 ആണ്, മൈനസ് ഡി 0 ഹോൾ ഡിവൈഡഡ് ബൈ KE നമുക്ക് എത്ര കിട്ടിയ 0.20. ഓക്കെ, ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ്. സോ ഇവിടെ ആദ്യം 0 പ്ലസ് ആണ്, പിന്നെ 0.25 ഡിവൈഡ് ബൈ 0.20 എന്ന് പറയുമ്പോൾ 1.25 വരുന്നു, ഇൻറ്റു ഇപ്പുറത്തെ 10 വരുന്നു, ഡിവൈഡഡ് ബൈ 0.20. സംഭവമൊക്കെ ടൈം കൺസ്യൂമിങ് ആണ്. ഇട്ടത് പറഞ്ഞ പോലെ ഡിഫിക്കൽട്ടാണ് എനിക്കറിയാം. 1.25 ഡിവൈഡഡ് ബൈ 0.20. ആൻസർ 62.5 ആണ് വരുന്നത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് അതിൻ്റെ ആൻസർ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 15. Which of the following is not an assumption underlying the capital structure theory? ന്റെ the entire earnings are assumptionsലോട്ട് പോകണം. Entire earnings are paid out as dividends and there are no corporate taxes ഉള്ളതാണ് അസംഷനിൽ. All firms are classified into homogeneous risk category, അതുള്ളതല്ലേ. Then investors share homogeneous expectation, അതും കറക്റ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ആർ ഇംപെർഫെക്റ്റ് തെറ്റല്ലേ? ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫെക്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് തെറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഗെയിൻ പ്രോബ്ലം വരുന്നു EOQ. അപ്പോൾ എല്ലാവർക്കും അറിയാം √2CU ഡിവൈഡഡ് ബൈ അല്ലേ I. അപ്പോൾ
ഇവിടെ മെറ്റീരിയൽ 10,000 കിലോഗ്രാം, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഓർഡർ 25, ദെൻ 2 ആണ് പറഞ്ഞിട്ടുള്ള കാര്യം കോസ്റ്റ് 4 നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. റൂട്ട് 2 ഇൻറ്റു 10,000 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 2 × 4% അല്ലേ. 2 × 4% എന്ന് പറയുമ്പോൾ 0.08 വരും അല്ലേ, 0.8. സോ ഇനി നെക്സ്റ്റ് ചെയ്യുമ്പോൾ 2 × 10,000 20,000, 20,000 ഇൻറ്റു 25, സോ അവിടെ 5 lakh വരും. സോ റൂട്ട് 5 lakh ബൈ 0.08. സോ അപ്പോൾ നമുക്ക് 6,25,000 കിട്ടും. റൂട്ട് 6,25,000 എന്ന് പറയുമ്പോൾ 2,500, 2,500 കേട്ടോ. ഓപ്ഷൻ സി ആണ് വരാം. ഇത്ര പേരുടെ ശരിയായിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതും അത്യാവശ്യം ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17. ഈസി ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്. Question number 17. Which inventory management technique categorizes items based on their annual consumption value? LIFO, FIFO, ABC, JATC ആണ്. ABC ആണ് always better control. ഏറ്റവും ഹൈ A, B moderate, C low. Next, which of the following is considered a dividend irrelevance theory? MM ആണ് അല്ലേ. വാട്ടർ ഉണ്ട്, ഗോഡൻ ഉണ്ട്, ലിൻറ്റേഴ്സ്, MM. ഓപ്ഷൻ സി ആണ് വരാം. നെക്സ്റ്റ്, ഇൻ ദ മില്ലർ ഓർ മോഡൽ ഓഫ് ക്യാഷ് മാനേജ്മെന്റ് ഓപ്ഷനിൽ ഏതാണ്? ദ ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് ആൻഡ് റിട്ടേൺ പോയിന്റ് ഓഫ് ക്യാഷ് ബാലൻസസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. ഓൺലി ദ അപ്പർ ലിമിറ്റ് ആൻഡ് റിട്ടേൺ പോയിന്റ് ആർ സെറ്റ്. ഓൺലി ദ ലോവർ ലിമിറ്റ് ആൻഡ് റിട്ടേൺ പോയിന്റ് ആർ സെറ്റ്. നൺ ഓഫ് ദീസ് പാരാമീറ്റേഴ്സ് ആർ ഡിറ്റർമൈൻഡ്. ഓപ്ഷൻ എ ആണ് വരാം. മില്ലർ ഓർ മോഡലിൽ ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് ആൻഡ് റിട്ടേൺ പോയിന്റ് ഓഫ് ക്യാഷ് ബാലൻസസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 19 ഓപ്ഷൻ എ ആണ്. നമുക്കിപ്പോൾ ഒരു ചോദ്യം കൂടി FM വരുന്നത് ഈ ഒരു വീഡിയോയിൽ കാണാം. ഫിനാൻഷ്യൽ ലിവറേജ് refers to easy utilization of fixed operating cost in production, use of debt to finance the firm's capital structure, reliance on retained earnings for funding, dependence on short-term borrowings for operations. Easy ആണ്. ഓപ്ഷൻ ബി ആണ് വരെ. യൂസ് ഓഫ് debt to finance the firm's capital structure അല്ലേ. കടം കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് അതിനെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് FM-ലെ 10 ചോദ്യങ്ങൾ. പ്രോബ്ലംസ് അത്യാവശ്യം വന്നതായിരുന്നു. പല കുട്ടികളും ആദ്യത്തെ ഈ 20 ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം കഴിഞ്ഞു എന്ന് പറയുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് 10 ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.